ദേവിയുടെ മുമ്പിൽ വന്ന് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും. എന്റെ നവോത്ഥാന പ്രവർത്തനം ഇങ്ങനെയാണ്. പിന്നെ എനിക്ക് സാറിനോടൊരു അഭ്യർത്ഥനയുണ്ട്. ഒരു CCRTയുടെ കേന്ദ്ര ഫെലോഷിപ്പ് കുറേ നാളായിട്ട് മുടങ്ങി കിടക്കുകയാണ് കലാകാരന്മാർക്ക്. എനിക്കൊരു സീനിയർ ഫെലോഷിപ്പ് കിട്ടിയിരുന്നു. അപ്പോൾ അതൊരു 6 മാസക്കാലമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെയും നമുക്ക് അതിൻ്റെ ഫണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. കേരളത്തിലെ കുറേ കലാകാരന്മാർക്ക് അത് കിട്ടാനുണ്ട്. അപ്പോൾ ആ CCRTയുടെ ഫെലോഷിപ്പിൻ്റെ തുക എത്രയും പെട്ടെന്ന് അനുവദിക്കുകയാണെങ്കിൽ വലിയ നന്നായിരുന്നു. പക്ഷേ ഇതിനിപ്പം ഈ മന്ത്രിമാരാരും അവരുടെ ഓഫീസുകളിലില്ല. മന്ത്രിമാർക്ക് അവിടെ പ്രസക്തി കുറഞ്ഞു. ഓ ശരി. ഇലക്ഷൻ കോഡ് വന്നോണ്ട്. ഓ ശരി. അപ്പൊ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് വരട്ടെ, ഞാനത് നോക്കാം. ശരി സാറേ. ഓക്കെ ഓക്കെ സാറേ. നോക്കാം. ഇത് എത്രയാവുമെന്ന് എൻ്റെ അടുത്ത് പറ. അത് പറയാം സാറേ. ഇത് എന്നാ ഡേറ്റ് സാറേ? 28 ഈ മാസം. ഓക്കെ സാറേ. ഓക്കെ ഓക്കെ. നക്ഷത്രം. ശരി ശരി ശരി. കേട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. കൊല്ലത്ത് ഭരണിക്കാവ് ക്ഷേത്രത്തിലാണ്. ശരി ശരി. കൊല്ലം ഭരണിക്കാവ് എന്ന് പറഞ്ഞാൽ ടൗണിലുള്ളതാണ്. അറിയാം 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 അറിയാം. എന്തായാലും സിനിമാ രംഗത്ത് നിന്ന് ചേട്ടൻ്റെ സുഹൃത്തായിട്ടൊരാൾ ചേട്ടൻ പോയി ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു എന്താ പറയുക, ഒരു കൈചേർക്കലുണ്ടായാലും വലിയ സന്തോഷം. അല്ല, ഇങ്ങനെ അതിനുവേണ്ടി ജീവിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ അണിനിരക്കാൻ ഒക്കത്തില്ല. കാരണം ഇവരൊക്കെ എപ്പോ തിരിഞ്ഞു കുത്തുമെന്ന് പറയാനൊക്കത്തില്ല. ഇത്രയും എന്താ പറയുക, നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ഇങ്ങനെ തിരിഞ്ഞു കുത്തുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ വയ്യ. ഇത് ഞാനെന്നൊരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു വിഭാഗം നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാർ ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിവേചനം ഇവളൊരു സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്.